നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഗോഡ് സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകാനായിട്ട് പോവാണ്. അപ്പോൾ ഗോഡ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട് വിൽപ്പനൊന്നുമില്ല. ഫ്ലിപ്കാർട്ടിൽ ഗ്രേറ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്നൊരു സെയിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജൂലൈ 20 മുതൽ 25 തീയതി വരെയാണ് ഈ ഒരു സെയിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പ്ലസ് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ, ഫ്ലിപ്കാർട്ടിൻ്റെ പ്ലസ് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 19 തീയതി നിങ്ങൾക്ക് ഈ ഒരു ഓഫേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും, ജൂലൈ 19 തീയതി. അപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്ട്സുകൾ, സ്മാർട്ട് ഫോൺ ആയാലും മറ്റ് ഗാഡ്ജറ്റ്സ് ആയാലും ഞാൻ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് പ്രൊഡക്ട്സ് നമ്മൾ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്രൊഡക്ട്സാണ് ഏറ്റവും ഓഫർ പ്രൈസിൽ നമുക്ക് വളരെ നല്ലൊരു ഓഫേഴ്സിൽ നമുക്ക് ഏതൊക്കെ വാങ്ങാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. കൂടുതൽ സ്മാർട്ട് ഫോൺ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LGയുടെ ഒരു TV ആണ് നോക്കാനായിട്ട് പോകുന്നത്. LGയുടെ ഈ ഒരു OLED TV നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ വാങ്ങാൻ പറ്റും. കറണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,05,000 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു OLED TV നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ വാങ്ങാൻ പറ്റും. ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് 80,000 രൂപക്കാണ് ഈ ഒരു OLED TV നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത്. നമുക്ക് ജസ്റ്റ് ഈ ഒരു TVയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു TV നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന OS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെബ് OS ആണ് ഇതിനകത്ത് വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതേപോലെ തന്നെ OLED ആണ്, OLED TV ആണ്. 55 ഇഞ്ചിൻ്റെ ഈ ഒരു TV നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ വാങ്ങാൻ പറ്റും. കൂടുതൽ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റി കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഒക്കെ പൂർ ബ്ലാക്ക് ആയിരിക്കും. നല്ലൊരു OLED TV ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. വെറും 80,000 രൂപയ്ക്ക് ഈ ഒരു OLED TV നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിലും നല്ല ഓഫേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു 80,000 രൂപ ആ ഒരു പ്രൈസിലൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു TV നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു TV ബൈ ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഗാഡ്ജറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിന് ആയിക്കോട്ടെ, നമ്മുടെ ഒരു പിക്സൽ 7 നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. കറണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 35,000 രൂപയാണ്. നിങ്ങൾക്കൊരു 32,000 രൂപക്കൊക്കെ വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെറും 32,000 രൂപക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളൊക്കെ ഓഫ് പ്രൈസിൽ ഒരു സ്മാർട്ട് ഫോൺ ബൈ ചെയ്യാൻ പറ്റും. ഈ സ്മാർട്ട് ഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8GB RAM 128 സ്റ്റോറേജ് ആണ് വരുന്നത്. ടെൻസർ G2 ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. 50 MB ക്യാമറ ഉണ്ട്. അതേപോലെ തന്നെ 10.8 MB ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. 6.3 ഇഞ്ച് ഫുൾ HD OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ 4500 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്മാർട്ട് ഫോൺ ആണ്. നിങ്ങൾക്ക് ഒരു പിക്സൽ ഡിവൈസ് ഒക്കെ എടുക്കാൻ താല്പര്യം ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ബെസ്റ്റ് ചോയ്സ് ആണ്. പിന്നെ വേറെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോയുടെ ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ ഉണ്ട്. മോട്ടോ എഡ്ജ് 15 ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ കുഴപ്പമില്ലാത്തൊരു നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വെറും 21,000 രൂപയ്ക്ക് 25,000 രൂപയ്ക്കാണ് കറണ്ട് പ്രൈസ്. 21,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ബൈ ചെയ്യാൻ പറ്റും ഈ ഒരു ഗോഡ് സെയിലിൽ. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12GB RAM 256GB സ്റ്റോറേജ് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 ആണ് പ്രോസസ്സർ വരുന്നത്. പിന്നെ 50 MB ക്യാമറ, അതേപോലെ തന്നെ 32 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. 6.7 ഇഞ്ച് ഫുൾ HD POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. എൻഡ്ലെസ് എഡ്ജ് ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്നുണ്ട് മോട്ടോറോള തന്നെ. പിന്നെ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് ഏതെങ്കിലും സ്മാർട്ട് ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. 144 Hzൻ്റെ റിഫ്രഷ് റേറ്റ് സ്മാർട്ട് ഫോണിൽ തരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിലും അടിപൊളി ഡിസ്പ്ലേ ആയിരിക്കും. ഈ ഒരു സ്മാർട്ട് ഫോൺ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. കുഴപ്പമില്ലാത്തൊരു അടിപൊളി സ്മാർട്ട് ഫോൺ തന്നെയാണ്. മോട്ടോറോള ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ല സ്മാർട്ട് ഫോണാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ iPhone 15 വളരെ വിലക്കുറവിൽ 45 അല്ലെങ്കിൽ 45ൻ്റെ താഴെ നമുക്ക് iPhone 15 വരുന്നുണ്ട്. നിങ്ങൾക്ക് iPhone 15ൻ്റെ ബേസ് മോഡലൊക്കെ ആയിട്ടുള്ള ഈ ഒരു 15 എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഇതിൻ്റെ പ്രൈസ് റിവീൽ ആയിട്ടുള്ള എന്തായാലും ഈ ഒരു പ്രൈസിലാവാനാണ് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത. പിന്നെ LGയുടെ വേറൊരു സ്മാർട്ട് TV നോക്കുകയാണെങ്കിൽ വളരെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് TV നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 31,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സ്മാർട്ട് TV ബൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന OS വെബ് OS ആണ്, വെബ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. LED TV ആണ്. AI സൂപ്പർ അപ്സ്കെയിലിംഗ് എന്ന് പറയുന്ന ഫീച്ചർ വരുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി ഇല്ലാത്ത എന്തെങ്കിലും ഫുട്ടേജ് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് TV തന്നെ AI സൂപ്പർ അപ്സ്കെയിലിംഗ് വെച്ചിട്ട് വളരെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നല്ലൊരു ഫീച്ചറാണ്. ഡൈനാമിക് ടോൺ മാപ്പിംഗ്, അതുപോലെ AI പവേർഡ് പ്രോസസ്സറാണ് വരുന്നത്. അതേപോലെ തന്നെ എൻഹാൻസ്ഡ് വിഷ്വൽ എക്സ്പീരിയൻസ് നമുക്ക് വളരെ ക്വാളിറ്റിയിൽ എൻഹാൻസ് ചെയ്തിട്ട് നമ്മൾ വിഷ്വൽസ് നമ്മളെ കാണിച്ചു തരും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു TVയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു TV പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ലാപ്ടോപ്പ് വാങ്ങണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലൊക്കെ വളരെ യൂസ്ഫുൾ ആവും. ഒരു സ്പെക്കിലെ ലാപ്ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇതിൻ്റെ പ്രൈസ് റേഞ്ച് 38,000 രൂപയാണ് ഇപ്പോൾ കറണ്ടിലുള്ളത്. നിങ്ങൾക്ക് 32,000 രൂപക്ക് 31,000 രൂപയെന്ന് തോന്നുന്നു, 31,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. 8GB റാം വരുന്നുണ്ട്, 512GB SSD വരുന്നുണ്ട്. വിൻഡോസ് 11 ആണ്. വളരെ ലൈറ്റ് തിന്നായിട്ടുള്ളൊരു ലാപ്ടോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫീസിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗോഡ് സെയിലിൽ വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നൊരു റെഫ്രിജറേറ്ററാണ് സാംസങ്ങിൻ്റെ ഒരു റെഫ്രിജറേറ്റർ. ഡബിൾ ഡോറാണ് ഇതിന് വരുന്നത്. കഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ചൂടായിട്ടുള്ള പാലൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റുന്ന സാധനമാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ടിൻ കൂളിംഗ് പ്ലസ് ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്മാർട്ട് കണക്ട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സാംസങ്ങിൻ്റെ ഏതെങ്കിലും ഒരു റെഫ്രിജറേറ്റർ നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആണ്. കുറച്ച് പ്രൊഡക്ട്സ് ഉള്ളൂ നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് ഡീൽസ് വേറെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഓഫേഴ്സിൽ ഒരുപാട് പ്രോഡക്ട്സ് വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയാത്ത ഏതെങ്കിലും നല്ല നല്ല ഡീൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഡീൽസും കാര്യങ്ങളും പരമാവധി മുതലാക്കാൻ നോക്കാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.